സുബി എങ്ങോട്ടാ? ഒലിവ് പറിക്കാൻ പോവാ. അയ്യോ പൂച്ച, ഇപ്പൊ പൂച്ചേനെ വണ്ടി ഇടിച്ചേനെ. ഒലിവ് പറിക്കാൻ പോവാ നമ്മള്. കായ ഉണ്ടോന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും പാർക്കിലൊക്കെ ഓൾമോസ്റ്റ് തീരാറായി. ഇനി നമ്മള് നേരെ ഒലിവ് പറിക്കാൻ പോവാ. വണ്ടി ഇരിക്കുന്ന ചേട്ടനൊക്കെ എത്തി നോക്കുന്നുണ്ട്. പൂച്ച പിന്നെ വണ്ടി ഇടിക്കാൻ വേണ്ടിട്ട് ചാടുന്നുണ്ട്. ക്ലിനിക്കിലെ കവറാട്ടോ ഇത്. ഇതിനുള്ളിൽ ഞാനൊരു ബോക്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് പറിച്ചിടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈവനിങ് ടൈമില് കാക്ക ഓടിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുന്ന കേട്ടോ. നല്ല ഭംഗിയാ വൈകുന്നേരം കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഒക്കെ ആയിട്ട്. ഇവിടെയല്ല മറ്റേ നീല ലൈറ്റ്, അതേ മരത്തെ കൂടെ എല്ലാം ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ. കോർപ്പറേഷന്റെ ആണ് ഇവിടുത്തെ, അതുകൊണ്ട് രാവിലെ വരെ കത്തി നിൽക്കും. ഞാൻ ഓർത്തി ചേട്ടൻ സുബിക്ക് പൂ തരാൻ വരുമായിരിക്കും എന്ന്. എന്റെ അടുത്തുനിന്ന് എന്തോ പറയുകയും ചെയ്തു. ഐ ലവ് യു എന്നാണോ പറഞ്ഞേ? ഷൂ, ആ ചേട്ടൻ പൂ കൊണ്ടുവന്നത് ഈ അമ്മച്ചിക്ക് കൊടുക്കാനായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർത്തു, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇത് കണ്ടോ, ഇതായാലും നല്ലപോലെ മുഴുത്ത ഒലിവായിരുന്നു കേട്ടോ. ഇതിലുണ്ടായിരുന്നോ? ഇത്രയും മുഴുത്ത ഒലിവായിരുന്നു. എന്നെ ചെറിയതല്ലേ? ആ കറുത്തതാ. പക്ഷെ എന്തായിട്ടാ ഇരിക്കുന്നേ കണ്ടോ? എന്നെ മുഴുത്താണെന്ന് നോക്കി. നല്ല ക്ലീൻ ആയിട്ടുള്ളത്, നല്ല സൂപ്പർ ആയിരുന്നു ഇത് കാണാൻ വേണ്ടിട്ട്. പച്ച കളറില് ചുമന്ന കളർ. പച്ച ഇങ്ങനെ ആയതാണോ? പച്ച കളറിൽ അങ്ങനെയാണ്. കണ്ട കോളിഫ്ലവർ ആണെന്നേ തോന്നത്തുള്ളൂ. ഇത് ഭംഗിക്ക് വേണ്ടി നിർത്തിക്കുന്ന കേട്ടോ. ഇതെന്നാ കായെന്നറിയാവോ ആർക്കെങ്കിലും? ഇതെല്ലാം കാന്നിപ്പുണ്ട്. വിന്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇലകളൊക്കെ മഞ്ഞ കളറായി തുടങ്ങി. ഇതേ ആ കായ വേണ്ട. നമ്മുടെ ക്യുക്കുംബർ ആണ് കേട്ടോ. ക്യുക്കുംബർ, ബേബി ക്യുക്കുംബർ. ഇത് ടൊമാറ്റോ. ഏത്? ഇവിടെ ഉണ്ടല്ലേ. ഇത് ഫുള്ള് വെള്ളത്തിൻ്റെ അകത്ത് വളരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഫുള്ള് വെള്ളത്തിനുള്ളിലായത്. വെള്ളം എന്റെ വേര് കാണിച്ച്. ഇല്ല, അവരൊന്നും പറയത്തില്ല. കണ്ട വേര് പോയേക്കുന്നത്. ഇതിന് എന്നാ പറയുന്നേ? ഹൈഡ്രോപോണിക്സ്. മഞ്ഞ് കയറിയേക്കുന്ന പോലെ അല്ലേ? നമ്മൾ ഇതിൻ്റെ അകത്തു നിന്ന് കുറച്ച് പച്ച കളറിലുള്ളത് പറിച്ചെടുക്കുക കേട്ടോ. ഇത് തീരെ ചെറുതുമല്ല എന്നാൽ വലുതുമല്ല, ഒരു മീഡിയം സൈസിൽ നിൽക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഇതിനകത്ത് നിറച്ച് പറിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മുടെ വളരെ നേരത്തെ കഠിന പ്രയത്നത്തിന് ശേഷം നമ്മൾ ഇത്രയും ഒലിവ് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരിയും കൂടി ഉണ്ട് ഇതിനകത്ത്. എനിവേ ഇത് നമുക്ക് കൊണ്ടുവന്ന് ഉപ്പിലും കൂടി ഇടാം കേട്ടോ. വേറെ ഇവുത്തയിലൊന്നുമില്ല, ഒറ്റ ഒരെണ്ണം പോലും ഇവുത്തയിലൊന്നുമില്ല. പക്ഷെ ഇവിടെ കാണാൻ നോക്കി നല്ല ഭംഗിയില്ലേ നമ്മുടെ പൈൻ തോട്ടങ്ങൾ. ഒന്നാകും നേരും കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. നേരെ ഇരുന്ന് മടുത്തിട്ട് ഇതേ മരത്തെ ചാരി ഇരിക്കുക. ജീവിത ക്ലേശങ്ങളാ വേറെ പാട്ട് കേൾക്കാൻ പോയി. നിങ്ങളിത് ഇവിടെ ആട്ടോ ഇരുന്നേ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഇരുന്ന് പാട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ സമയം ഇവിടെ എത്ര ആയിട്ടുണ്ട്? സമയം 4:45 ഉള്ളൂ. ഇരുട്ടി തുടങ്ങി. ഇനി പയ്യൻ ഞങ്ങൾ നേരെ തിരിച്ചു പോയിട്ടൊരു ചായയൊക്കെ ഇട്ട് കുടിക്കാൻ പോവാ. ഒരു പാട്ട് ഞങ്ങൾ പഠിച്ചു സൺഡേ പാടാൻ വേണ്ടിയിട്ട്. ഇതൊരു പോണോ? നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓണായി. സമയം 4:45. നമ്മൾ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഒലിവെല്ലാം പറിച്ചു.
ഇത് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. മറ്റേ മരിച്ചു പോയി ഞാൻ. ഇല്ല, നോക്കട്ടെ, തേനുണ്ടോ നോക്കിക്കോ. തേനില്ല. ഇല്ലേ? ഒട്ടും ഇല്ല. ഇതിലുണ്ടെന്ന് തോന്നുന്നു. നല്ല തേൻ. ഇതിനകത്ത് തേൻ ഇച്ചിരി വിടർന്ന് തുടങ്ങണം. സെറ്റ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ചെയറാണ് കേട്ടോ ഇത്. കുറേ മെമ്മറീസ് ഉള്ള ചെയറാണ് ഇത്. ഞങ്ങൾ വൈകുന്നേരം ഒന്നിവിടെ വന്നിരിക്കാറുണ്ട്. ഇത് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ഒലിവാണ് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വാടി, ഞാൻ അന്ന് തന്നെ ഇട്ടില്ല, ഞാൻ കുറച്ച് തിരക്കായിരുന്നത് കൊണ്ട്. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. നമ്മൾ ഇനി ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. ഞാൻ ഇതുപോലെ തന്നെ ഇതിന് തണ്ടോടി കൂടി തന്നെ ഇടാൻ വേണ്ടിയിട്ടാട്ടോ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനിവിടെ ഓർഗാനിക് ഷോപ്പിലൊക്കെ ചെല്ലുമ്പോഴത്തേനും ഇതുമാതിരി തണ്ടോടി കൂടി തന്നെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളിത് ഇതുപോലുള്ളൊരു ഭരണിയിലാണ് ഇടുന്നത്. അപ്പം ഞാൻ ഇത് ഓൾറെഡി വാഷ് ചെയ്ത് ക്ലീനാക്കി വെച്ചേക്കുന്നതാണ്. എന്നാലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ നന്നായിട്ട് തുടയ്ക്കുകയാണ്. ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ ടിന്നിലേക്ക് ഇടുകയാണ്. നമ്മൾ ഫുൾ ഇത് നിറയ്ക്കുന്നില്ല. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് കാന്താരി ഇടണം, നമ്മുടെ നാരങ്ങ കുറച്ച് ചെത്തി ഇടണം, ഉപ്പ് ഇടണം. ഇതിലേക്ക് ഞാൻ ഇനിയിപ്പം നാരങ്ങ ആഡ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനെഗർ യൂസ് ചെയ്യാം. എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്, ആ പുളി ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നാരങ്ങ ആഡ് ചെയ്യുന്നത്. നാരങ്ങയുടെ ഫ്ലേവറും എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് നാരങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കല്ലുപ്പാണ് കേട്ടോ. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ കാന്താരി മുളക് ഇടുന്നത്. ഇത് ഞാൻ ഫ്രീസറിൽ പ്രിസർവ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതും കൂടെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഞാനത് 3 ബോക്സിലേക്ക് ആക്കി കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴഞ്ഞു എല്ലായിടത്തും ഒന്ന് ഉപ്പൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വെള്ളം തിളപ്പിച്ചാറിയത് ഇതിനുള്ളിലേക്ക് ഒഴിച്ചു വെക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഉപ്പിലിട്ട ഒലീവിൻ്റെ ഫൈനൽ ലുക്ക്. ഈ കാണുന്നത് രണ്ടും നമ്മുടെ ക്യുക്കുംബറാണ് കേട്ടോ. ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 മാസം മുമ്പ് ഇട്ടതായത്. ഇത് നമ്മുടെ നാരങ്ങയും, ഇതിനകത്ത് ഞാൻ വിനെഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഒലീവ് റെഡി ആയിരിക്കുന്നു. ഇനി ഇത് 1 മാസത്തോളം വെച്ച് കഴിയുമ്പോഴത്തേനും കഴിക്കാൻ പാകത്തിനാകും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.